തലസ്ഥാനവാസികളുടെ ദുരിതത്തിന്, യാത്രാ ദുരിതത്തിന് ഒരല്പം ആശ്വാസമായിരിക്കുന്നു. ഒരു റോഡ് കൂടി, സ്മാർട്ട് റോഡുകളുടെ കൂട്ടത്തിൽപ്പെടുത്തിയ ഒരു റോഡ് കൂടി ഇന്ന് യാത്രയ്ക്ക് തുറന്നുകൊടുത്തു. നമുക്ക് ഇവിടെ സ്റ്റാച്യുവിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്കുള്ള റോഡാണ്. വളരെ പ്രധാനപ്പെട്ട റോഡായിരുന്നു. നവംബർ 12 കൂടിയാണ് ഈ റോഡ് ഇവിടെ നിർമ്മാണത്തിന് വളരെ പെട്ടെന്ന് ഒരു അറിയിപ്പും കൂടാതെ അടച്ചിടുകയായിരുന്നു. പിന്നീട് ഇത്രയും മാസങ്ങൾ ശരിക്കും ഒരു ദുരിത ജീവിതം തന്നെയായിരുന്നു ഇവിടെയുള്ള നാട്ടുകാർക്ക്. ഈ റോഡ് ജനറൽ ആശുപത്രിയിലേക്കും അതുവഴി മെഡിക്കൽ കോളേജിലേക്കും ഉള്ള പ്രധാനപ്പെട്ട ഒരു ഇടറോഡ് കൂടിയായിരുന്നു. അവിടെയാണ് ഈ വളരെ പൂർണ്ണമായും റോഡ് അടച്ചിട്ടുകൊണ്ടുള്ള പണി നടന്നത്. ഇപ്പോഴും പണി പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈ ഫുട്പാത്തൊക്കെ ഇനിയും പണി പൂർത്തിയാക്കാനുണ്ട്. എങ്കിലും ഈ റോഡ് ഗതാഗതം തുറന്നു കൊടുത്തത് വലിയ ആശ്വാസമാണ് നാട്ടുകാർക്കുള്ളത്, ഇവിടെ യാത്രക്കാർക്കുള്ളത്. ഓട്ടോറിക്ഷ തൊഴിലാളികളും അതുപോലെ ഇവിടുത്തെ കച്ചവടക്കാരും ഒക്കെ വലിയ ദുരിതത്തിലായിരുന്നു. ഏതാണ്ട് 6 മാസത്തെ ഒരു കാത്തിരിപ്പ്, റോഡ് തുറന്നു കിട്ടി. എങ്ങനെ തോന്നുന്നു? വളരെ സന്തോഷം. എത്രത്തോളം ബിസിനസിനെയൊക്കെ ബാധിച്ചിരുന്നു ഇത്? ബിസിനസ്സൊക്കെ ഏകദേശം ഒരു 75% ബാധിച്ചു. ഇനി അത് ഒരു പുതിയ സ്ഥാപനം തുടങ്ങി എത്രത്തോളം ഉന്മേഷത്തോടെ എടുക്കാൻ പറ്റും, അങ്ങനെ പണിയെടുക്കണം. അത് തന്നെ തൽക്കാലം റോഡ് തുറന്നു കിട്ടും. ആശ്വാസം. ഈ വഴിയാത്രക്കാരും റോഡ് മാർഗം ഓപ്പണായതിന്റെ ഇതില് ചെറിയൊരു ആശ്വാസം. ഇവിടുത്തെ കച്ചവടക്കാർ ഏകദേശം അദ്ദേഹം പറഞ്ഞ 70% കച്ചവടം ഇല്ലാത്ത അവസ്ഥ. അങ്ങോട്ടൊക്കെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ പൂർണ്ണമായും ആളുകൾ അവിടെ പോകാത്തൊരവസ്ഥ ഉണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വലിയ ദുരിതം. എങ്ങനെയുണ്ട് ഇപ്പം? വളരെ ബുദ്ധിമുട്ട് തന്നെ. എല്ലാ മേഖലകളിലും, നമ്മൾ മാത്രമല്ല, എല്ലാ മേഖലകളിലും വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനിയിപ്പം അവരെല്ലാം മാറുമെന്ന് വിശ്വസിക്കുന്നു. റോഡ് തുറന്ന് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ നടക്കുമെന്ന് തോന്നുന്നു. നമുക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇതുവഴി പോകാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ എന്തായാലും ഇപ്പോൾ ഒരു വലിയൊരു ആശ്വാസമായി. ഇനിയിപ്പോ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ. ആളുകളൊക്കെ ശരിക്കും ഈ റോഡ് മാത്രമല്ല, പല റോഡുകളും ഇങ്ങനെ കിടക്കുകയാണ്. ആളുകൾ ഓട്ടോറിക്ഷ കയറുന്ന ആളുകളുടെയൊക്കെ ഒരു സമീപനം എങ്ങനെ? അവർക്ക് സമയത്തിന് എത്താൻ പറ്റുന്നില്ല. റോഡ് എല്ലാം കുണ്ടും കുഴിയായിട്ട് കിടക്കണം. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. നമുക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ വഴുതക്കാട് ഭാഗത്തുനിന്ന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ട്രെയിനിന് സമയമായി പോകണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കൊണ്ടുവിടാൻ പറ്റൂല. റോഡിന്റെ അവസ്ഥ ഇതല്ലേ. എല്ലാ റോഡുകളും എത്രയും പെട്ടെന്ന് നന്നാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് വ്യാപാരി വ്യവസായി സംഘടനകളെ പ്രതികരിച്ചുകൊണ്ടുള്ള സംഘടനാ നേതാക്കളാണ്, ഇവിടുത്തെ വ്യാപാരികളുമാണ് നമ്മളോടൊപ്പം ഇവിടെ നിങ്ങളോട് സംവദിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ 3-4 മാസക്കാലമായിട്ടുള്ള വ്യാപാര മേഖലയിൽ ഈ പ്രദേശത്തുള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാനും ഏറ്റവും മികച്ച സ്മാർട്ട് റോഡാക്കി മാറ്റുവാൻ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു പ്രവർത്തനം പൂർത്തീകരിച്ചു തന്ന സർക്കാരിനോടുള്ള നന്ദിയാണ് ഞങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഏതാണ്ട് 450ഓളം മീറ്ററാണ് ഇവിടുന്ന് ജനറൽ ഹോസ്പിറ്റൽ വരിക ഉള്ളത്. നിങ്ങൾക്കറിയാവുന്ന പോലെ മറ്റെല്ലാ റോഡുകളെയും വ്യത്യസ്തമാക്കിക്കൊണ്ട് ഇതിൻ്റെ ഇരുവശങ്ങളിലും മൊത്തം വ്യാപാര സ്ഥാപനങ്ങളാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ റോഡ് പണികൾ ആരംഭിക്കുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് കാൽനട യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരി അത് ദൈനംദിനമായിട്ടുള്ള വ്യാപാരം നടത്തുന്ന വ്യാപാരികൾക്കാണ്. ആ വ്യാപാരികൾ എന്ന നിലയിൽ ഇവിടെ എല്ലാ വ്യാപാരി വ്യവസായിയുടെ എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ റോഡ് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള സഹായമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സർക്കാർ നൽകിയത്. അതിൻ്റെ ഭാഗമായി തന്നെ ഏറ്റവും അടുത്ത വേഗത്തിൽ തന്നെ ആ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യം കൂടിയാണ്. ഇനിയും വർക്കുകൾ പൂർത്തീകരിച്ചിട്ടില്ല, കുറച്ച് വർക്കുകൾ കൂടി ബാക്കിയുണ്ട്. നടപ്പാതയുടെ പ്രവർത്തനം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം തന്നെ വരുന്ന 1 മാസക്കാലത്തിനുള്ളിൽ പൂർത്തീകരിക്കും എന്നുള്ളതാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഇത്തരത്തിൽ സ്മാർട്ട് റോഡ് പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ റോഡ് നവീകരിച്ചതിനുള്ള ഞങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുക. ഞാൻ വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ഇവിടുത്തെ ജില്ലയുടെ ജോയിന്റ് സെക്രട്ടറിയുമാണ്. എൻ്റെ പേര് CS രതീഷ്. എന്നോടൊപ്പമുള്ളത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്റ്റാറ്റ്യൂവിൻ്റെ സെക്രട്ടറി സജീവാണ്. തുടങ്ങിയ നമ്മൾ ഇതിനകത്ത് ഒരു രാഷ്ട്രീയം ഒന്നും ഇല്ലാതെ തന്നെ എല്ലാ വ്യാപാരികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാ സംഘടനയും ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനത്തെയും കാണുന്നത്. ഒറ്റക്കെട്ടായി ഞങ്ങൾ ഈ സർക്കാരിനെ അഭിനന്ദിക്കുക. എനിക്ക് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഈ പണി കഴിഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ഈ ബാക്കി പണിയുടെ പൂർത്തീകരിച്ച് നല്ലൊരു പ്രോഗ്രാം, അതായത് നമ്മുടെ ഈ ഉദ്ഘാടനം ആയിട്ട് പോലെ നല്ലൊരു പ്രോഗ്രാം സെക്രട്ടേറിയറ്റിനോട് വെച്ച് നടത്തണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇതിനേക്കാൾ വ്യാപാരികൾ വളരെ ഭംഗിയായിട്ട് നടത്തണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 1 മാസമെങ്കിൽ 1 മാസം, 15 ദിവസമെങ്കിൽ 15 ദിവസം കൊണ്ട് പൂർത്തീകരിച്ച് തരണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഇല്ല, പൂർത്തീകരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. അത് പറഞ്ഞു, എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് തരാമെന്ന് പറഞ്ഞു. ഇതിപ്പോ പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കി. അതാണ് ഞങ്ങൾ നേരത്തെ ഇത് ഓപ്പണിങ്ങിന്റെ സമയത്ത് അവരടുത്ത് പറഞ്ഞു മൊത്തം പൂർത്തീകരിക്കണം, പൂർത്തീകരിച്ച്. അതുകൊണ്ടാണ് ഇങ്ങനെ നല്ലൊരു പ്രോഗ്രാം പോലും നടത്താത്തതിന്റെ കാരണം അതാണ്.
കാരണം നല്ലൊരു സ്റ്റേജ് കിട്ടി മിനിസ്റ്ററെയൊക്കെ വിളിച്ച് നല്ലൊരു പ്രോഗ്രാം. ഒന്നാമതിപ്പം ഇലക്ഷൻ സമയമായി, അത് പറ്റിയില്ല. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവർ നടത്തി തരാമെന്നും വാക്കും പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ നടപ്പാത ഇതെല്ലാം പൂർത്തീകരിച്ചിട്ട് റോഡ് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ വീണ്ടും ഒരു മാസക്കാലം വീണ്ടും വരും. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ളത് വ്യാപാരി സമൂഹത്തിനെയാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുമുണ്ട്, സർക്കാരിനുമുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇത് എത്രയും വേഗത്തിൽ തുറന്നു തരാനുള്ള സഹകരണം അവരുടെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ വഴുതക്കാട് മുതൽ തെക്കാട് വരെയുള്ള റോഡുകൾ, അതുപോലെ തന്നെ അട്ടക്കുളങ്ങര ചാല റോഡ്, ഇതെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ബാധിക്കുന്നത് വ്യാപാരികളെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അഭ്യർത്ഥന സർക്കാർ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇത്തരത്തിൽ ഈ റോഡ് ഉൾപ്പെടെ പൂർത്തീകരിച്ച് വരുവാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാം. വൺ വേ ആണ് ഇവിടെ നിന്ന് ജനലാശുപത്രിയിലേക്കുള്ള വൺ വേ റോഡാണ്. ആ ദിവസമായിട്ട് മറ്റു വാഹനങ്ങളും ഇതുവഴിയൊക്കെ കടന്നു വരുന്നുണ്ട്. ഇതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. ഇതിന് തൊട്ടടുത്ത് തന്നെ ഇതിന് ഇടറോഡുകളുണ്ട്. അവിടെയൊക്കെ ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല. അവിടെയും പണികൾ, ബാക്കിയുള്ള പണികൾ നടക്കുന്നുണ്ട്. പൈപ്പ് കുടിവെള്ള കണക്ഷനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കുടിവെള്ള കണക്ഷനും അതുപോലെ മറ്റ് കണക്ഷനുമൊക്കെ പലയിടത്തും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അവിടെയുമൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലാണ് ഇവിടുത്തെ നിരവധി വീടുകളും ഈ ഭാഗത്തുള്ളതാണ്. അവിടെയൊക്കെ ഇനി അതിന്റെ പണികളൊക്കെ പൂർത്തിയാകാറുണ്ട്. ഇത് മാത്രമല്ല, ഇതിനോട് ചേർന്ന് തന്നെ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് വഞ്ചൂരിലേക്കുള്ള റോഡ്, 2 സ്കൂളുകളാണ് ഈ ഭാഗത്തുള്ളത്. സ്കൂളുകളിലെ കുട്ടികളൊക്കെ വലിയ ദുരിതമാണ് അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചത്. ഏതായാലും ഇനി ആ വഞ്ചൂരിലേക്കുള്ള റോഡ് ഇവിടെ പണി പൂർത്തിയാകാനുണ്ട്. വഴുതക്കാട് ഭാഗത്തെ റോഡ് പണികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. എല്ലാം ഏപ്രിൽ 15 മുമ്പ്, നേരത്തെ മാർച്ച് 30 മുഴുവൻ റോഡുകളും പണി പൂർത്തിയാക്കി ഗതാഗതം തുറന്നു കൊടുക്കുമെന്ന പ്രഖ്യാപനമാണ് പൊതുമരാമത്ത് മന്ത്രി നടത്തിയത്. പക്ഷേ അത് സാധ്യമായിട്ടില്ല. ഇനിയും ഇപ്പോൾ ഏപ്രിൽ 15 ഒരു ഡെഡ്ലൈനാണ് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത്. നിരവധി റോഡുകൾ ഇനിയും നഗരത്തിൽ തെക്കാട് അതുപോലെ വഴുതക്കാട് ഭാഗങ്ങളിലുള്ള റോഡുകളൊക്കെ തന്നെ ഇനിയും പണി പൂർത്തിയാക്കണം. അതുകൊണ്ട് അതെല്ലാം ഈ നല്ല നിലവാരത്തിലാണ് ഈ റോഡ് കാണുമെന്ന് നമുക്ക് മനസ്സിലാകും. ഈ നിലവാരത്തിൽ സ്വാഭാവികമായും പണി പൂർത്തിയാകുന്നതോടുകൂടി മാത്രമേ നഗരത്തിലെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകൂ. യാത്രക്കാർക്ക് മാത്രമല്ല, ബിസിനസ് നിരവധി കച്ചവട സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുകൾ പോകുന്ന കുട്ടികളുണ്ട്, ആശുപത്രികളിലേക്ക് പോകുന്ന പ്രധാന വഴിയാണ്. അവർക്കൊക്കെ ആശ്വാസമാകണമെങ്കിൽ ഈ പണികൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതായത് ഏപ്രിൽ 15 മുഴുവൻ റോഡുകളുടെ പണി പൂർത്തിയാക്കി സ്മാർട്ട് റോഡുകൾ തുറന്നു കൊടുക്കുമെന്ന ഒരു പ്രഖ്യാപനമാണ്, ഒരു വാഗ്ദാനമാണ് ഇപ്പോൾ സർക്കാർ നൽകുന്നത്.